ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് അന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങിൻ്റെ ബോണ്ട കേട്ടോ. നല്ല ടേസ്റ്റിയായ ബോണ്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അല്ലേ ഇത് നമുക്കിന്ന് വെള്ളം കലക്കാൻ ഫാഷൻ ഫ്രൂട്ടാട്ടോ. ഫാഷൻ ഫ്രൂട്ട് ഇന്ന് വെള്ളം കലക്കാൻ അതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നാട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങിൻ്റെ ബോണ്ടയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ: കുറച്ച് മൈദ വേണം, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ഉരുളൻകിഴങ്ങ് നമ്മൾ ആദ്യം കുക്കറിൽ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് ഉടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബോണ്ട കഴിക്കാൻ ഇങ്ങനെ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നത് ഒന്നുമല്ല മക്കളെ നമ്മളെ ബോണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു സവാള മതി കേട്ടോ, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഫസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് കഴിക്കുമ്പോൾ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. മക്കളെങ്ങനെയാണെന്നൊരു പ്രാവശ്യം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വേറൊരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി വാടിയതിന് ശേഷം നമ്മളൊരു സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൊത്തി അരിഞ്ഞത് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളെ ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. പച്ചമുളകൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അധികം എരിയൊന്നും ഇല്ലാത്ത പച്ചമുളകാണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിയില്ലാത്ത പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടിക്കോളൂ കേട്ടോ. ക്യാരറ്റ് നമ്മൾ ചേർത്തുമ്പോൾ ചെറുതാക്കിയിട്ട് നുറുക്കിയിടണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണ്ട അതിൽ കേട്ടോ. നമ്മൾ ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഞാനൊരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഇത് ഇളക്കലും പാടായിട്ടാണ് ഇത് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലായിടും ഈ മസാല എത്താൻ വേണ്ടിയിട്ട് എല്ലായിടും മിക്സാക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ ഉരുളൻകിഴങ്ങിൻ്റെ ബോണ്ടയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രം മതി. സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ. ഇനി നമുക്കിതിലേക്കൊരു മാവ് തയ്യാറാക്കാം. അതിന് കുറച്ച് 2-3 സ്പൂൺ കടലമാവ്, പിന്നെ ഒരു 2-3 സ്പൂൺ മൈദ, ഒരു 1/4 സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി, അത് മൂന്നും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ഞാനൊരു സാധനം ഇടുന്നുണ്ട് പറഞ്ഞതാണ്, 3 സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ബോണ്ട ഉണ്ടാക്കി വെച്ചാൽ ഈ അരിപ്പൊടിയും കൂടെ ഇടുമ്പോൾ നമ്മളെ ഉരുളൻകിഴങ്ങിൽ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ലതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ബോളാക്കിയത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഓരോന്നോരായി എണ്ണ തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണ അതിലേക്ക് ഇങ്ങനെ മുക്കിയിടുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ.
അപ്പോൾ ഈ മാവിൽക്കും ഈ 2.5 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടോ. അപ്പോൾ ഇതിൽ മാവ് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ മാവിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ മാവിൽ കൂടെ നമുക്ക് കുറച്ച് പൊടികൾ അധികം ഇട്ട് കൊടുത്തിട്ട് ഇനി രണ്ടാമത്തെ ഒരു കടി എന്താ വെച്ചാൽ നമ്മൾ വഴുതനങ്ങ വട്ടത്തിൽ നുറുക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ അധികം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ ചെറുതായിട്ട് ഇത് വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് വെട്ടി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പൊരിച്ച് വഴുതനങ്ങയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കണം. അത് പൊരിച്ചതിന് ശേഷം ആ മാവിൽ കൂടെ തന്നെ ഞാനത് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഒരു 1/4 സ്പൂൺ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഈ മാവ് തന്നെയാണ്, ഒരു മാവ് മതി കേട്ടോ നമ്മൾ ബജി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പൊള്ളച്ചുണ്ട് വരും മക്കളെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പൊരിച്ചത് കേട്ടോ. നല്ല മൊരുമൊരുന്ന നല്ല ക്രിസ്പിയോട് കൂടെ തന്നെ നമുക്ക് വഴുതനങ്ങ ബജി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉരുളൻകിഴങ്ങ് ബോണ്ട അതുണ്ടാക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തുറയുടെ ഇതാണ്, ചപ്പാത്തി ഉണ്ട്, പിന്നെ കടലക്കറി ചപ്പാത്തിയാണ് ഇപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ കടി. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തന്നെ. ഇവിടെ ഞങ്ങൾക്ക് നോമ്പിനില്ല, ഇവിടെ അറബികൾക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം അത് കേട്ടോ. അലീസ പറഞ്ഞത് മട്ടനൊക്കെ ഇട്ടിട്ടുള്ളത് ഇതാണ്, അവർ ദിവസം ഉണ്ടാക്കും കഴിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഇവിടെ നോമ്പിന് അവരൊരു പ്രത്യേകതയാണ് ഈ അലീസ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായി 5:35 വാങ്ങുക കേട്ടോ. അപ്പോൾ ഈ സമയമാണ് ഇവിടെ ഞാൻ പുറത്തെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പുറത്തെ കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ അല്ലേ 14 രാവിന് ഇവിടെ നമ്മൾ 27 രാവിൻ്റെ അന്നൊക്കെ ഭയങ്കര ഇതല്ലേ കാരം. അതേപോലെ ഇവിടെ 14 രാവിൻ്റെ അന്ന് അറബികളുടെ വീട്ടിൻ്റെ ഉമ്മരത്തൊക്കെ ചമയിച്ചതാണിത് കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല പരിപാടിയൊക്കെ ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെ അറബിയുള്ള കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സക്കാത്തിനും മുട്ടായി കൊടുക്കലും ഭയങ്കര നല്ല രസരിക്കാരം കേട്ടോ അവർക്ക്. അന്നത്തെ ദിവസം നോമ്പ് 14 രാവിനാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞങ്ങളെ റൂമിൻ്റെ നേരെ മുന്നിലുള്ള അറബിയുള്ള വീട്ടിനാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. മുറ്റമൊക്കെ ആകെ അലങ്കരിച്ചിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ അപ്പോൾ ഞാൻ കാണിച്ചത് എന്താണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ നമ്മളെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. റമദാൻ മാസമല്ലേ, ഒന്ന് ലൈക്ക് കൊടുക്കണം, പിസ്ക് കാണിക്കണ്ട കേട്ടോ. നിങ്ങളൊന്ന് ലൈക്ക് ഇടുന്നുണ്ട്, എന്തായാലും അത് നല്ലൊരു ഗുണമായിട്ട് വരും. അപ്പോൾ മക്കളെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോസ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.